പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഫോക്സിൻ്റെ ഈ പ്രസ്താവന നമ്മുടെ സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവർക്കായും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സ്വയം അംഗീകരിക്കുകയും സ്വയം അനുഗ്രഹിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും കോപത്തിനുമേൽ അധികാരം നേടിയവർ ആയിരിക്കുമല്ലോ. കോപം മറികടക്കാനുള്ള വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ് അനുഗ്രഹിക്കുക എന്നത്. അനുഗ്രഹിക്കാനുള്ള ആധ്യാത്മിക കാരണം എന്താണെന്ന് കൂടി വ്യക്തമാക്കട്ടെ. വിശുദ്ധ പൗലോസ് എഴുതി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയായി മാറും. നാം എല്ലാ വ്യക്തികളെയും സാഹചര്യങ്ങളെയും അനുഗ്രഹിച്ച് നന്മ കാത്ത് കഴിയുകയാണ്. കാരുണ്യം ദേഷ്യപ്പെട്ടും ശാന്തത നഷ്ടപ്പെടുത്തിയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും നേരിടാൻ ആർക്കു കഴിയും? എന്നാൽ ശാന്തശീലർ ഭൂമി സ്വന്തമാക്കും എന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രസ്താവന ഓർക്കുന്നത് തീർച്ചയായും പ്രയോജനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.